ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം കറണ്ട് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ ഇമോഷൻസ് എന്താണ്? അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കറന്റ് സിറ്റുവേഷൻ, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറന്റ് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ ഫോർ യു. ഓക്കെ, സ്പിരിച്വൽ പാത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അതിലൂടെ അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് പല കാര്യങ്ങൾക്കും. ആൻഡ് അവർ നിങ്ങൾക്കായിട്ട് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് സമ്പാദ്യങ്ങൾ മാറ്റി വയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ആ വ്യക്തി അത്തരത്തിൽ കുറേ കാര്യങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സേവിങ്സിൽ അവർ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള കുറേയധികം ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അത് ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കാണുന്നത്. എന്തിനേയും എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു കറേജ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ അത് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നവരോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ള ഒരു പവർ ഈ വ്യക്തി ഏൺ ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തിക്ക് ആ ഒരു ഏഞ്ചൽസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ്. അതുപോലെ അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് അല്ലെങ്കിൽ സന്തുലനാവസ്ഥ കൊണ്ടുവരാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്തിനും അവർക്ക് എന്താണ്, ഒരു ലൈഫിനൊരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, അവർക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളാണ്. നേരിട്ടുള്ള ഒരു വഴികളിലൂടെയും അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് ഒപ്പോസിഷൻസ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കാത്തൊരു പാത്തിലൂടെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർ അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റ് ചില വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ, നിങ്ങളുമായിട്ടൊന്നിച്ചുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ അത്തരം വഴികൾ അവർ ഓൾറെഡി ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഓൾറെഡി ഒത്തിരി ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. അതിൽ ഏതാണ് റൈറ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്കുള്ളതായിട്ടും കാണുന്നുണ്ട്. ആ വ്യക്തി ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുമുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കംഫർട്ടും നിങ്ങളുടെ ലൈഫിന് നൽകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏഞ്ചൽസിൻ്റെ കാർഡാണ്. സോ അതിൻ്റെ ക്ലാരിഫിക്കേഷനോട് നോക്കാം. ഓക്കെ, ഒരു സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഫാമിലി, കുട്ടികളൊക്കെ അടങ്ങിയ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ഇമോഷൻസിലാണ് അവരുള്ളത്. അതായത് അത്രയും അവരുടെ മനസ്സ് നിറയുന്നത് ആ ഒരു ചിത്രം, അവരുടെ ഈ ഒരു ഫാമിലിയുടെ ചിത്രം അവരുടെ മനസ്സിൽ വരുമ്പോൾ മാത്രമാണ്. സോ അവർ ഏറ്റവും പെട്ടെന്ന് എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്.
ഓക്കെ, ഇതിലെല്ലാം തടസ്സമായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ഒപ്പോസിഷൻസ് ആണ്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആണെന്നുള്ളതാണ്. ചില വ്യക്തികൾ ചിലപ്പോൾ ഈ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം, അതായത് ഫിനാൻഷ്യലി കുറേ ചീറ്റിംഗ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം, കരിയറിൽ കുറേയധികം ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് മാറിയിരിക്കുന്നു. സ്പിരിച്വലി കുറച്ച് ചേഞ്ച് ആയപ്പോഴേക്കും അവർക്ക് കുറേയധികം മെൻ്റൽ പവർ, ക്ലാരിറ്റി ഒക്കെ ലഭിച്ചു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒപ്പോസ് ചെയ്യുന്നവരെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു അപ്രീസിയേഷൻ ഈ വ്യക്തി അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി അവർ ലൈഫിൽ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തികളായിരിക്കാം. അവരുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അത്രയും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നൊരു സമയത്താണ് അവർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കൂട്ട് അവർക്ക് ലഭിക്കുന്നതും അതിലൂടെ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായതും, ലൈഫ് എങ്ങനെയാണ് സന്തോഷമായിട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ്. സോ അവർ ആ ഒരു സമയത്തും ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ആ സമയത്തും അവർ ഒരിക്കലും നിങ്ങളെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആൻഡ് അവരുടെ ജീവിതം തന്നെ ഇത്രയധികം മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്രയും ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നിരിക്കാം. ആ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാണാണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവിടെ ഹാപ്പി ആണോ, അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ ലൈഫിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള വ്യാകുലതകളാണ് ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്തെല്ലാം അവർക്ക് ശരിക്കും വളരെ ആഴത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് പക്ഷേ ഈ റിലേഷൻഷിപ്പ് മിറാക്കുലസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഈ സെപ്പറേഷൻ പോലും ഒരു യൂണിവേഴ്സൽ ഡിസിഷനായിട്ടാണ് കാണുന്നത്. ഷുവറായിട്ടും ഇത് ഏഞ്ചലിക് സപ്പോർട്ടുള്ള, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെയുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. കാരണം എത്രമാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അത്രത്തോളം നിങ്ങൾ ആത്മബന്ധമുള്ള വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ ആ ഉള്ള സോൾ കണക്ഷൻ അല്ലെങ്കിൽ സോൾ ബോണ്ടിങ് എത്രയും ഡീപ്പാണെന്നുള്ളത് ഈ ഒരു എനർജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാണുന്നുണ്ട്. എസ്പെഷ്യലി കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കാത്ത രീതിയിലുള്ള എന്തോ ചില ഇഷ്യൂസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. വളരെ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെയും കാണിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ എന്തൊക്കെ തകർന്നു പോയിരുന്നാലും ഇത് മുറുകെ പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം അവർക്കറിയാം ഈ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പരസ്പരം രണ്ടു പേർക്കും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ നിങ്ങളത് മാക്സിമം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് പലരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതിൽ നിങ്ങൾ കരുതുന്ന പോലെയല്ല. നിങ്ങൾ ചിലപ്പോൾ ഇത് അവസാനിപ്പിക്കാം, ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കണക്ടിവിറ്റി ഉണ്ടാവുന്നത്. അത് ഇങ്ങനെയാണ്, ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും ലൈഫ് ലോങ് നിലനിർത്തും പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഇതിവിടെ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം അത്രത്തോളം ഉള്ള ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, ആൻഡ് യെസ്, അത് ഓരോ കാർഡ്സും നമുക്ക് കൺഫർമേഷനാണ് തരുന്നത്. കാരണം ഒരു അല്പം പോലും നിങ്ങളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരല്പം പോലും സ്നേഹം നിങ്ങൾക്ക് കൊടുക്കുന്നൊരു സ്നേഹം അവർക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇനി എത്ര അടുത്ത റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പകരമായിട്ട് ഒരിക്കലും മറ്റൊരാളെ കാണാൻ
ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം. എല്ലാ റീഡിങ്ങിൽ, ഈ ഓവറോൾ എനർജി റീഡിങ്ങിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ കാർഡ് നമുക്ക് ഫൈനൽ കാർഡായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഏഞ്ചൽ ഓഫ് ലവ് എന്ന് പറയുന്നത്. അത്രയും ഇതിൽ കൂടുതൽ എനിക്കിനി പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. അത്രയും ലവബിളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയുള്ളൊരു വ്യക്തി എന്ന് പറയുന്ന പോലെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏഞ്ചലിക് സപ്പോർട്ടുള്ള, ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പാണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.